ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്ന് സിംഗപ്പൂർ എക്സ്പ്ലോർ ചെയ്താലോ? സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് സിംഗപ്പൂർ ഇറങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ 12 hours ലേ ഓവറുള്ള ഒരു ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിംഗപ്പൂരെത്തി ഞങ്ങൾ ഫസ്റ്റ് ചെന്നത് എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ വീട്ടിലോട്ടാണ്. പിന്നെ അവിടെ കുറച്ച് നേരം അവരുടെ ഒപ്പം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഫ്രഷൊക്കെ ആയി. പിന്നെ ഞങ്ങൾ ആദ്യം പോയത് മെർലൈൻ കാണാനായിട്ടാണ്. അപ്പോൾ ഇതാണ് മെർലൈൻ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. പിന്നെ വെയിലുണ്ടായിരുന്നു. അപ്പോൾ വെയിലുള്ളത് കൊണ്ടല്ല കേട്ടോ ഫെലിക്സ് അവിടെ കുടയും പിടിച്ച് നടക്കുന്നത്. അവിടെ ഒരു പ്രത്യേക ഒരു കാക്കി ഉണ്ടായിരുന്നു. ആ കാക്കയ്ക്ക് ഫെലിക്സിനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നി. ഫെലിക്സിൻ്റെ തലയിൽ ഒരു കൊത്തും കൊടുത്തു. തലയൊന്ന് ചെറുതായി പൊട്ടുകയും ചെയ്തു. അപ്പോൾ ഫെലിക്സിന് മാത്രമല്ല, അതിലൂടെ പോകുന്ന മിക്ക ആണുങ്ങൾക്കും ആ കാക്കയുടെ കൊത്ത് കിട്ടുന്നുണ്ടായിരുന്നു. മെർലൈൻ്റെ അവിടെ ഫോട്ടോസൊക്കെ എടുത്ത് കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ പോയത് ആർട്ട് ആൻഡ് സയൻസ് മ്യൂസിയം ഗാലറി കാണാനായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ടാക്സി വിളിച്ചാണ് അവിടേക്ക് പോയത്. സോ ഈ ഗാലറിക്ക് എൻട്രി ചെയ്യാനായിട്ട് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് അഡൽട്ട്സിന് $25, കിഡ്സിന് $20. അത് നമുക്ക് ഓൺലൈൻ ത്രൂ ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഞങ്ങളുടെ കസിൻസ് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാണ് അവരെ. അപ്പോൾ ആ വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾക്ക് കുറച്ച് കുട്ടികളുടെ ഡാൻസൊക്കെ കളിക്കുന്നത് കാണാനായിട്ട് സാധിച്ചു. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ട്. നമ്മൾ ട്രാവൽ ചെയ്യണവരാണെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് എപ്പോഴും അറ്റ്ലീസ്റ്റ് 6 months വാലിഡിറ്റി ഉണ്ടായിരിക്കണം. ബിക്കോസ് എൻ്റെ കേസിൽ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാസ്പോർട്ട് 6 months 1 week ലെസ് വാലിഡിറ്റി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സിംഗപ്പൂർ എത്തി നമുക്ക് അവിടെ ഓഫീസിൽ പാസ്പോർട്ട് കാണിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് പുറത്തിറങ്ങാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അവിടെ കാണിച്ചപ്പോൾ അവിടുത്തെ ഓഫീസർ പറഞ്ഞു നിങ്ങളുടെ പാസ്പോർട്ട് 6 months ലെസ് വാലിഡിറ്റി ഉള്ളൂ. സോ നിങ്ങൾക്ക് സിംഗപ്പൂർ കാണാനായിട്ട് പുറത്തിറങ്ങാനായിട്ട് സാധിക്കില്ല എന്നാണ് ഫസ്റ്റ് പറഞ്ഞത്. പിന്നെ നമ്മൾ അങ്ങനെ പറഞ്ഞ് പിന്നെ നമുക്ക് 12 hours ലേ ഓവർ ഉണ്ട് കുട്ടിക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഫൈനലി അവർ നമ്മളെ പുറത്തിറങ്ങാനായിട്ട് അലൗ ചെയ്യുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അതാ ഞങ്ങളുടെ കസിൻസ് എത്തിയിട്ടുണ്ട്. സോ ഞങ്ങളിനി ആർട്ട് ആൻഡ് സയൻസ് മ്യൂസിയം ഗാലറിയിലോട്ട് എൻട്രി ചെയ്യാണ്. അപ്പോൾ അവിടെ എൻട്രി ചെയ്തപ്പോൾ വേറൊരു വേൾഡിലേക്ക് പോയൊരു ഫീലാണ് നമുക്ക് കിട്ടിയത്. ബിക്കോസ് അവിടെ ഫുൾ ലൈറ്റ്സ് കൊണ്ടുള്ള സംഭവങ്ങളായിരുന്നു. നമ്മൾ എവിടെ നടന്നാലും എവിടെ തൊട്ടാലും ഇങ്ങനെ ഇമേജസൊക്കെ ഈ കാണുന്ന ഇമേജസൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ലൈറ്റ്സൊക്കെ ഇങ്ങനെ വേറെ കളേഴ്സായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നല്ലൊരു അടിപൊളി ഫീൽ തന്നെയായിരുന്നു അതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടിയത്. സോ ആഷർ ഇപ്പോൾ കയറി പോകുന്നത് ഒരു സ്ലൈഡിലേക്ക് കളിക്കാനായിട്ടാണ്. അപ്പോൾ ആ സ്ലൈഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രൂട്ട് നിഞ്ച എന്ന് പറഞ്ഞ ഗെയിം കളിച്ചവർക്ക് അറിയാം, ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്യണ ഗെയിം. അപ്പോൾ അതുപോലെയാണ് ആ സ്ലൈഡിൽ നിന്ന് നമ്മൾ ഒഴുകി വരുമ്പോൾ അവിടെയുള്ള ആ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ചിതറിപ്പോവും. അത് നല്ല രസമായിരുന്നു. എനിക്ക് തോന്നുന്നു കുട്ടികൾക്കായിരിക്കും കുറച്ചും കൂടി കൂടുതൽ ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടപ്പെടുക. ബിക്കോസ് അവർക്ക് കുറേ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അവർക്ക് മാത്രമല്ല നമുക്കും ഉണ്ട്. ബട്ട് സ്റ്റിൽ കുട്ടികൾക്കാണ് കുറച്ചും കൂടി മുൻഗണന ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആ റൂമിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറേ കളർ ചെയ്യാനുള്ള പിക്ചേഴ്സ് അവിടെ വെച്ചിട്ടുണ്ട്. മെയിൻലി അത് ഫിഷിൻ്റെ പിക്ചേഴ്സാണ്. അപ്പോൾ അതിലേതെങ്കിലും ഒരു പിക്ചർ എടുത്ത് നമ്മൾ കളർ ചെയ്തതിന് ശേഷം അവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരത് സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്തതിന് ശേഷം നമ്മുടെ ആ പിക്ചർ നമ്മൾ കളർ ചെയ്ത ആ പിക്ചർ ഇപ്പോൾ ആ ഫിഷസൊക്കെ വോളുമ ഫ്ലോട്ട് ചെയ്യണ പോലെ നമ്മുടെ ഫിഷും അവിടെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ആഷർ 1-2 പിക്ചേഴ്സ് അവിടെ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടോന്ന് അറിയില്ല ഫ്ലോട്ട് ചെയ്യുന്നത്. അവനും അതുപോലെ ചെയ്തിട്ട് അവരുടെ കയ്യിൽ കൊടുത്ത് സ്കാൻ ചെയ്തതിന് ശേഷം അവൻ്റെ പിക്ചറും അവിടെ 2 ഫിഷസ് അവിടെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു.
ഫിലിക്സും കൂടി ചെയ്ത ഒരു ആക്ടിവിറ്റിയാണ് ഈ സ്റ്റെപ്സും കയറുന്നത്. ഇത് ആക്ച്വലി എൻ്റെ കസിൻ സിസ്റ്റർ സജസ്റ്റ് ചെയ്താണ് ഈ ആക്ടിവിറ്റി ഞങ്ങൾ ചെയ്തത്. ആക്ച്വലി ഇത് നല്ലൊരു ആക്ടിവിറ്റി തന്നെയായിരുന്നു. നമുക്കൊരു സ്പേസിലൊക്കെ പോണ ഫീലും അതുപോലെ തന്നെ ഈ സ്റ്റെപ്സ് കയറുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നൊരു പോലെയാണ് നമുക്കതിൽ ഫീൽ ചെയ്യുക. ആൻഡ് എനിക്ക് തോന്നുന്നു ഇത് അഡൽട്ട്സിന് ഇഷ്ടമാകുന്ന ഒരു ആക്ടിവിറ്റി തന്നെയാണ്. പിന്നെ ഈ ലൈറ്റ് റൂം അതൊരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു കാണാനായിട്ട്. ഈ ലൈറ്റ്സ് ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിൽ എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് തന്നെ കാണാൻ നല്ല രസമായിരുന്നു. ആൻഡ് ഞാൻ ആ റൂമിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് പേടിയായി. ബിക്കോസ് എൻ്റെ വിചാരം സൈഡിൽ കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ താഴത്തേക്ക് വീഴുന്നതാണ്, നടുവിൽ കൂടെ മാത്രം നടക്കാൻ പാടുള്ളൂ എന്നൊരു ഫീലായിരുന്നു എനിക്ക് ആ സമയത്തുണ്ടായിരുന്നു. അത് കാരണം ഞാൻ പേടിച്ച കാരണം എനിക്ക് അത്ര നല്ല വീഡിയോസൊന്നും ഇതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിച്ചില്ല. ബട്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി ഒരു സംഭവം തന്നെയായിരുന്നു ലൈറ്റ്സ് കൊണ്ട്. ഈ മിറർ ലൈറ്റ് റൂം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ഫീലാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടിയിരുന്നത്. So Singapore vlog ഇവിടെ അവസാനിപ്പിക്കുകയാണ്. Hope you guys enjoyed our video and thank you for watching. See you in the next video. Till then, take care. Bye.